സർക്കാർ പരിപാടിക്കായി വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ കൈയിട്ട് വാരാൻ നീക്കം. വൃത്തി കോൺക്ലേവിന് തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. 8 കോടിയിലധികം രൂപയാണ് 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുക. മാലിന്യ സംസ്കരണത്തിലെ സർക്കാർ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനാണ് ഏപ്രിൽ 9 മുതൽ 13 വരെ കോൺക്ലേവ് നടത്തുന്നത്. ജനം ബ്രേക്കിംഗ് പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, സർക്കാർ പരിപാടിക്കായാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നും ഇങ്ങനെ കൈയിട്ട് വാരാനുള്ള നീക്കം നടക്കുന്നത്. ഏത് തരത്തിലാണ് ഈ ഒരു നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്? ദേവിക, അതിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം ഇത്തരം ഒരു പരിപാടി നടത്തുന്നതിൽ ഒരു വിരോധാഭാസം നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ആശുപത്രി മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അന്ന് സർക്കാരിനെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം വിമർശിച്ചതാണ്. ആ വിമർശനമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഇത്തരം ഒരു പരിപാടിയുടെ ആലോചനയുമായി സർക്കാർ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പിന്നാലെ ഈ കോൺക്ലേവ് സംബന്ധിച്ച് ഉള്ള നടപടികൾ എടുക്കുന്നതിനിടയിൽ സംസ്ഥാനത്തെ പലയിടങ്ങളിലുള്ള മാലിന്യ പ്രശ്നങ്ങളും പല വാർത്തകളായി പുറത്തു വന്നിരുന്നു. അങ്ങനെയുള്ള ഇത്തരം വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ മാലിന്യ നീക്കത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ നേട്ടങ്ങളൊക്കെ പ്രദർശിപ്പിക്കാനായി തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു കോൺക്ലേവ് പേരിട്ടിരിക്കുന്നത്. വൃത്തി എന്നുള്ള രീതിയിലാണ്. ഏപ്രിൽ 9 മുതൽ 13 വരെയാണ് ഈ കോൺക്ലേവ്. വൃത്തി 2025 ദി ക്ലീൻ കേരള കോൺക്ലേവ് എന്നാണ് പേര്. അപ്പോൾ ഈ ഒരു വിരോധാഭാസമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനൊപ്പമാണ് വീണ്ടും ഈ പരിപാടിക്ക് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഗ്രാന്റുകളിൽ നിന്നുമൊക്കെ കൈയിട്ട് വാരാനുള്ള ഒരു നീക്കം സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ്. അതും മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൃത്യസമയത്ത് ഫണ്ട് നൽകാത്ത ആരോപണങ്ങൾ നിലനിൽക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന പകർച്ചവ്യാധികളടക്കമുള്ള പ്രശ്നങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ടൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതേ ആവശ്യത്തിന് വേണ്ടി ഏത് സർക്കാരാണോ ഈ പറയുന്ന മാലിന്യ നിർമ്മാർജ്ജനവും മാലിന്യ നീക്കത്തിലും പരാജയപ്പെട്ടത്, ആ സർക്കാരിന്റെ മുഖം മിനുക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ തങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും പണം നൽകേണ്ടി വരുന്നൊരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് സർക്കാരിന്റെ ഈ ഉത്തരവ് നീക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ ഈ നൽകേണ്ട തുകയ്ക്ക് സർക്കാർ കൃത്യമായ ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ ഒക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഉത്തരവിൽ കൃത്യമായി പറയുന്നത്. ഇപ്പോൾ ഈ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകൾ 25,000 രൂപ വെച്ച് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ശുചിത്വ മിഷന് കൈമാറണം എന്നുള്ളതാണ് നിർദ്ദേശം. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും 2 ലക്ഷം വീതവും, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ എന്നിവ 5 ലക്ഷം വീതവും നൽകണം. ആകെ 8 കോടി 13 ലക്ഷം രൂപയാണ് സർക്കാർ ഈ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും കോർപ്പറേഷനുകളിൽ നിന്നുമൊക്കെ ഈ വൃത്തി കോൺക്ലേവിന് വേണ്ടി പിടിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം. അതോടൊപ്പം തന്നെയാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. സർക്കാരിന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളാണ്. കാരണം കൂടുതൽ അധിക ഭാരം ഈ പറയുന്ന തുക നൽകുന്നതിനപ്പുറം അധിക ഭാരവും ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുകളിലേക്ക് സർക്കാർ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഈ കോൺക്ലേവിൽ പങ്കെടുക്കണം. അതിനനുസരിച്ചുള്ള ഡ്യൂട്ടി ക്രമീകരണം നമുക്ക് ഒരുക്കി നൽകണമെന്ന് സർക്കാർ പറയുന്നുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഈ പറയുന്ന കോൺക്ലേവിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകൾക്ക്, ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി ജനപ്രതിനിധികളാണെങ്കിലും ശരി, അവർക്ക് യാത്രയടക്കമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകേണ്ടത് ഈ തദ്ദേശ സ്ഥാപനങ്ങളാണ്. അതിനുള്ള ഫണ്ടും തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തണം. മറ്റൊരു കാര്യം, ഈ വൃത്തി കോൺക്ലേവിന് മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രചാരണ പരിപാടികളൊക്കെ നടത്തണമെന്നുള്ള നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. അതിനുള്ള പണവും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്ന് കണ്ടെത്തണം എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഈ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പഞ്ചായത്തുകളടക്കമുള്ളവർ 25,000 മുതൽ 5 ലക്ഷം വരെയുള്ള രൂപ വിവിധ തദ്ദേശ ഭരണ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുകയും വേണം. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള യാത്രാബദ്ധയും അതിനനുസരിച്ചുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി നൽകാനുള്ള പണവും അവർ നൽകണം. ഒപ്പം വൃത്തി കോൺക്ലേവിന്, സർക്കാരിൻ്റെ മുഖം മിനുക്കാൻ നടക്കുന്ന വൃത്തി കോൺക്ലേവിന് പ്രചാരണ പരിപാടികൾ നടത്തുകയും ആ പ്രചാരണ പരിപാടികൾക്ക് ആവശ്യമായി വരുന്ന ചെലവുകളും തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. നേരത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടികളുടെ സംഘാടകർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പണം നൽകണമെന്ന ഉത്തരവ് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ വഴിവെച്ചിരുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പണം കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശം അതും വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. അങ്ങനെ വലിയ വിവാദങ്ങളൊക്കെ സമാനമായ ഉത്തരവുകളുടെ കാര്യത്തിൽ ഉണ്ടായതിനു ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് സർക്കാരിന്റെ മുഖം മിനുക്കാനുള്ള ഒരു പരിപാടിയുമായി സംസ്ഥാനത്ത് ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. എന്തായാലും വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ പല അടിസ്ഥാന പ്രവർത്തനങ്ങളും നടക്കാതെ പോയ സംഭവങ്ങൾ, പാലിയേറ്റീവ് കെയർ അടക്കമുള്ള പ്രവർത്തികൾ നിലച്ചുപോയ സാഹചര്യം, അങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ തദ്ദേശാടിസ്ഥാനത്തിൽ നടത്തേണ്ട
ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായും നിലച്ചുപോയത് സർക്കാർ കൃത്യമായ ഫണ്ട് നൽകാത്തൊരു സാഹചര്യത്തിലായിരുന്നു. അങ്ങനെ ഉള്ള വിവാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളെ പിഴിഞ്ഞ് ഇത്തരത്തിൽ സർക്കാരിന്റെ മുഖം മിനുക്കുന്ന, അതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മാലിന്യ നീക്കത്തിലെ പരാജയ വിഷയത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്ന രീതിയിൽ ഇത്തരം ഒരു കോൺക്ലേവ് നടത്തുന്നതും അതിനുവേണ്ടി പണം കണ്ടെത്തേണ്ട ബാധ്യത അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിലേക്ക് ഇടുന്നതും. ദേവിക.